ഗൈസ്, ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് റിവ്യൂ ആണ്. ആർക്കും ഇല്ലാത്തൊരു ഊർജ്ജം നമുക്കിരിക്കട്ടെ. ബേല് എന്നിട്ട് എന്തൊരു സംഭവിച്ചു? ഒരു കാര്യം പറയാം. ഇന്നിപ്പോൾ ആദിലയാണ് സ്കോർ ചെയ്തത്. ആദിലെ അനീഷും ഇല്ലായിരുന്നെങ്കിൽ പിളന്ന് കൈ കൊടുത്തേന. അല്ല അനുമോളെ, അനക്ക് എന്തിൻ്റെ സൂക്കേടാണ്? കിണിച്ച് എന്തോന്ന് നിൽക്കുന്നത്? എൻ്റെ ഈ കിണി കൊണ്ടാണ് അനക്ക് ഈ പ്രശ്നം അത്രയും വരുന്നത്. ഒരു 1.5 വാഴയാണ് അനുമോളെന്ന് തെളിയിച്ചിട്ടുണ്ട്. കിണിച്ചുകൊണ്ട് നിൽക്കാതെ കാര്യം എഴുന്നള്ളിച്ചൂടെ? ആർക്കാണ് ഈ പ്രോബ്ലംസ് ഒക്കെ വരുന്നത്? ഇത് ഓരോ ആഴ്ചയും സ്ട്രോങ് ആയി എനിക്കിത് സഹിക്കാൻ പറ്റില്ല, എന്നെ ഇത്തരത്തിൽ ഇൻസൾട്ട് ചെയ്യുന്നത് പറ്റൂല എന്ന് ധൈര്യപൂർവ്വം പറയാൻ പറ്റാത്തത് അനുമോൾക്കാണെങ്കിൽ അനുമോൾ അത് അനുഭവിക്കട്ടെന്നേ എനിക്ക് പറയാനുള്ളൂ. മോഹൻലാലിൻ്റെ സ്റ്റാൻഡ് ഞാൻ ഇന്ന് കുറ്റം പറയത്തില്ല. അയാൾ കൃത്യ, അത് കറക്റ്റാണെന്നാണ് എനിക്ക് തോന്നിയത്. അയാൾ ഇതിനപ്പുറം എന്ത് ചെയ്യണം? പിന്നെ ഈ അഭിനയം, അതും ഈ ഒരു ഹോസ്റ്റ് ആകുമ്പോഴും ഈ അഭിനയം കൊണ്ടുവരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ലഹിയാക്ക് നാഷണൽ അവാർഡും അതിൻ്റെ മേളിൽ അവാർഡും പിന്നെ വേറെ ഏതെന്തൊരു കീഞ്ഞ അവാർഡൊക്കെ കിട്ടിയതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അഭിനയിച്ച് തകർക്കും. അല്ലിഷ്ട ഇയാളിത് കാണാതെയാണോ വന്ന് നിൽക്കുന്നത്? അവിടെ ഉള്ളവരടുത്ത് ചോദിച്ച് മനസ്സിലാക്കി അവരെ കൊണ്ട് തന്നെ അവരെ കുറ്റം സമ്മതിപ്പിച്ച് അതിനകത്തിട്ടൊരു ലൂപ്പ് ഹോൾ ഉണ്ടാക്കി അതിൽ വെട്ടി മൂടുകയാണ് പുള്ളിയുടെ പരിപാടി. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ 1-2 കാര്യം പറഞ്ഞുതരാം. ആര്യൻ ആ ഒരു ടാസ്ക് ഉണ്ട്, അതെങ്ങനെ തൂങ്ങിയിരിക്കുന്ന ടാസ്ക്. അതിനകത്ത് ആര്യൻ ഫൗൾ പ്ലേ ആണ്. അതിൽ ജയിച്ചത് വിന്നർ സാബുമാനാണ്. അത് അങ്ങനെ അല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അനുമോൾ അത് ഖണ്ഡിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും അങ്ങനെയല്ല, ആര്യൻ വാസ് റൈറ്റ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അനുമോളെ വിളിക്കുന്നു, സാബുമാനെ വിളിക്കുന്നു, ന്യൂറയെ വിളിക്കുന്നു. ന്യൂറയുടെ ഡുവൽ ക്യാരക്ടർ അവിടെ വെളിവാവുകയാണ്. അതിപ്പോൾ എനിക്ക് എന്തിനാണെന്നൊന്നും അറിഞ്ഞൂടാ, പക്ഷേ ഇങ്ങനെയാണ് ഉണ്ടായത്. ന്യൂറ സാക്ഷ്യം പറഞ്ഞു, സാബുമോൻ സാക്ഷ്യം പറഞ്ഞു, എല്ലാവരും പറഞ്ഞു, ആര്യനും സംഭവിച്ചു. പക്ഷെ മോഹൻലാൽ സമ്മതിക്കത്തില്ല. മോഹൻലാൽ പറയണ ആര്യൻ വാസ് റൈറ്റ്, നമ്മൾ കൊടുത്ത കപ്പ് കറക്റ്റാണ്, കപ്പ് കുഴപ്പമാണ്. അതിനിപ്പോൾ അങ്ങനെ ഒരു തെറ്റ് ആര്യന് പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് ആര്യൻ ഒരുപാട് നേരം സഹിച്ചു നിന്നില്ലേ? അപ്പോൾ പിന്നെ ആര്യനല്ലേ മെടുക്കാൻ? നമ്മളങ്ങ് സമ്മതിച്ചു കൊടുത്ത്. അടി ചെങ്കീരി മാനെ, നിന്നെ ഞാൻ ഒന്നും പറയില്ലടാ ലാലു, നിന്നെ ഞാൻ വല്ലതും പറഞ്ഞാൽ കൂടി പോവും. അതുകൊണ്ട് ഞാൻ കുറച്ചേ പറയുന്നുള്ളേ. അനക്കുള്ള ഞാൻ അടുത്ത പടി തരുന്നുണ്ട്. അടുത്തത് കേൾക്കാം. അടുത്തെന്താണ് സ്ഥിരംഗം? നവീനെ മോനെ, നിനക്ക് എന്താ പ്രശ്നം? ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ലാലു അണ്ണാ, നീ അനുമോളായിരുന്നു. അനുമോളെ എടേ, ഈ ഡയലോഗാണല്ലോ എനിക്ക്. നവീനാകുമ്പോൾ മോനെ നവീനെ പറയൂ. അക്കു ആണെങ്കിൽ പിന്നെ മുത്ത് പൊഴിയും സാറിൻ്റെ വായിന്ന്. അക്കു മോനെ പറയൂ. നവീൻ്റെ അടുത്ത് ഇങ്ങനെയാണോ ചോദിക്കേണ്ടത്? അങ്ങനെയുള്ള കാര്യങ്ങൾ അയാൾ ചെയ്തത്? ലാലേട്ട ഞാനാണെങ്കിൽ അങ്ങനെ ഇൻറ്റൻഷനിൽ ചെയ്തതൊന്നും അല്ല ലാലേട്ട, പക്ഷെ ഇവരൊക്കെ പറയണ ഞാൻ കൊല്ലാറാക്കിയെന്ന് ലാലേട്ട, ഞാൻ അങ്ങനെയൊന്നും ചെയ്തതല്ല ലാലേട്ട. ശരിയാണ് നവീൻ മോനെ, നീ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് നല്ല ദണ്ണുണ്ട്. നീ ബിഗ് ബോസിൻ്റെ സ്വന്തം മോനല്ലേ, എൻ്റെ ശേഴാറനാണ്, നീ എൻ്റെ സ്വന്തം വാവയാണ്, ഉള്ളാവ. അല്ല, മോഹൻലാലിന് ഇവനെ കണ്ടപ്പോഴത്തേക്ക് സ്വന്തം അസ്തിത്വം ഓർമ്മ വന്ന? അല്ല, നിങ്ങൾ രണ്ടും ഒരു കാറ്റഗറി ആണേനും അല്ല, നിങ്ങൾ അങ്ങനെ ആകാനാണ് ചാൻസ്. സ്ത്രൈണതയുള്ള പുരുഷൻ, അതാണല്ലോ അവൻ. ലല്ലിട്ട ഈ അനുമോൾ എന്നെ പറഞ്ഞു, ഞാൻ പുരുഷനാണോ എന്ന് ചോദിച്ചു, ഞാൻ മുടി നീട്ടി വളർത്തിയതിനെ പറ്റി കംപ്ലൈൻറ്റ് പറഞ്ഞു. ഞങ്ങളൊന്നും കണ്ടില്ല ഇത്. ലാലേട്ടൻ ഇനി കണ്ടെന്തോ എനിക്കറിയത്തില്ല. അവൻ 9 പലയിടത്ത് ഇനിഷ്യേറ്റീവ് ചെയ്തു എന്നാണ് അവൻ പറഞ്ഞു കൊടുക്കുന്നത്. എങ്ങനെ സംഗതി അങ്ങോട്ട് പൾട്ടി അടിച്ച് ട്വിസ്റ്റ് അടിച്ച് മറ്റൊരു രേഖയിൽ കൊണ്ടുവന്ന് അവിടെ നിർത്തുകയാണ്. കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ആരായി? അല്ല, നമ്മളൊക്കെ ആരാ? ഞാൻ ആരാ? അങ്ങക്കറിയോ ഞാൻ ആരാ? എനിക്കറിയാമേ ഞാൻ ആരാണോ? എനിക്കങ്ങനെയാണ് മനസ്സിലായത്. നവീനെ, നീ പുറത്തു പോകുന്നില്ല എങ്കിൽ ദാറ്റ് മീൻസ് വാട്ട്? യു ആർ നോട്ട് ഗോയിങ് ടു ഔട്ട്. അവിടെ നിൽക്കും. ഇംഗ്ലീഷ്. ഷോ, ലാലപ്പൻ്റെ ഒരു ഇംഗ്ലീഷ് ആയിരുന്നു, അത് സഹിക്കാൻ വയ്യ. ഐ വിൽ ടേക്ക് എ കോൾ ഓൺ യു. അല്ലളിയാ, ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? അല്ല, ഇനിയിപ്പോൾ നീ പഠിച്ച സ്കൂളിൽ നമ്മൾ പഠിക്കാത്തതുകൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമൊന്നുമില്ല. ഐ വിൽ ടേക്ക് എ കോൾ ഓൺ യു എന്ന് വെച്ചാൽ നീ വിൽ ടേക്ക്, നീ എടുക്കും. കോൾ ഓൺ യു, നിന്നെ ഓൺ യു വിളിക്കും. ടാലി ആവുന്നില്ലല്ലോ. കോൾ ഔട്ട് ചെയ്യുന്നല്ലേ പറയുക? കോൾ ഓൺ യു എന്നുള്ളത് കറക്റ്റ് ആവുന്നുണ്ടോ ഇല്ലെന്ന് പോട്ടെ. നമ്മൾ മലയാളം മീഡിയ ആയതുകൊണ്ട് ഇതിനകത്ത് വലിയ ടെൻഷനൊന്നുമില്ല. കുലംകുഷിതമായി ഇതിനകത്തേക്ക് എടുത്ത് ചാടേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും പൃഥ്വിരാജ് തോറ്റുപോകുന്നൊരു ഇംഗ്ലീഷ് ആയിരുന്നു അതെന്നുള്ളത് ഞാൻ തർക്കമില്ല കേട്ടോ. ഇങ്ങനെയൊന്നും ഇംഗ്ലീഷ് പറയില്ല ലാലുപ്പാ. നിങ്ങളെ ഇംഗ്ലീഷ്, നിങ്ങളിൽ അവിടെ അവാർഡ് വാങ്ങിക്കാൻ പോയപ്പോൾ കുമാരനാശാനെ കാവ്യൊന്നും പറഞ്ഞിട്ട് ഏതാ ഒരു സുനാഫിക്കേഷൻ പറഞ്ഞത് ഞാനാണ് പബ്ലിഷ് ചെയ്തത്. പക്ഷേ ഇതുവരെ നീ അതിനൊരു മറുപടി തന്നിട്ടില്ല. ഇതും അതുപോലെയൊക്കെ അങ്ങ് വെട്ടിപ്പോട്ട് പാട്ട് പില്ല് അറിഞ്ഞുകൂടാത്ത മന്ദബുദ്ധികൾ അതും അതിനപ്പുറവും പറഞ്ഞുകൊണ്ടിരിക്കുക. മഹാഭാരത കഥയൊക്കെ തള്ളിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അല്ലളി, ആർക്കാ ഇപ്പം നേരെ ഈ മഹാഭാരത കഥയൊക്കെ പറയാം? അവറ്റോളൊക്കെ അറിയത്തില്ല, എനിക്കറിയാം. ഞാൻ പറഞ്ഞുതരാടാ. പണ്ടെങ്ങാണ്ട് ഗർഭിണിയായിരുന്ന സമയത്ത്, അതായത് അഭിമന്യുവിൻ്റെ അമ്മച്ചി ഗർഭിണിയായിരുന്ന സമയത്ത്
യുദ്ധതന്ത്രങ്ങൾ ഇങ്ങനെ ഡിസ്കസ് നടത്തുകയാണ്. ആ ഡിസ്കഷൻ്റെ ഇടയിൽ ഈ വകേർപ്പിടി പെണ്ണുമ്പള പോയി ഇരിക്കും. അപ്പോൾ ഈ വയറ്റിൽ കിടക്കുന്ന പിള്ള അത് കേൾക്കുകയാണ് ഈ ഡിസ്കഷൻ. പത്മവ്യൂഹം എന്ന ഒരു സൈനിക ഇടപാടുണ്ട്. അതൊരു ക്രൗഡായിട്ട് എല്ലാവരുടെ വളഞ്ഞു പിടിക്കും ശത്രുവിനെ. ശത്രു അതിനകത്ത് നിൽക്കും. ഈ പത്മവ്യൂഹം ഭേദിച്ച് പുറത്തേക്ക് വരിക എന്നുള്ളതാണ് യഥാർത്ഥ പോരാളിയുടെ ഒരിത്. ഈ പത്മവ്യൂഹത്തിനൊക്കെ അകത്ത് കയറുന്നതും യുദ്ധം പിടിക്കുന്നതും മാത്രം പറഞ്ഞു കൊടുക്കും. ആ പറഞ്ഞു കൊടുത്തത് ഈ ഗർഭസ്ഥ ശിശു കേൾക്കുകയാണ്. ബാലൻസ് പറയുന്ന സമയത്ത് അവർക്ക് മറ്റൊരു ഇത് വരും, അവർ അങ്ങോട്ട് പോകും. ആ സമയത്ത് ബാക്കി കേൾക്കാൻ കഴിയാതെ പ്രസവിച്ച ശേഷവും പിന്നെ ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കാതെ പത്മവ്യൂഹം പോലുള്ള ഒരു സംഗതി ഈ യുദ്ധ സമയത്ത് നടക്കുമ്പോൾ അതിനകത്ത് പെട്ടുപോയി അതിനകത്ത് വെച്ച് മരണപ്പെടുന്നതാണ് കഥ. അഭിമന്യു. ഇപ്പം അഭിമന്യു ആരാന്ന് ചോദിച്ചോടൊന്നും വരരുത്, ഞാൻ എൻ്റെ ശേഷാരനാണെന്ന് പറഞ്ഞാളെ ഉണ്ടായിരുന്നോളി. ഇതാണ് കഥ, അത് അറിഞ്ഞുകൂടാന്ന്. അല്ല, അനീഷിന് അറിഞ്ഞൂടെന്ന് പറഞ്ഞത് ന്യായം, കുഴപ്പമില്ല. അനുമോക്കും അറിയാൻ വയ്യ, ഇത്രയേ ഉള്ളൂ. നിങ്ങളെ വീട്ടിലൊന്നും ഇതൊന്നും പഠിപ്പിക്കില്ലേ? ഞങ്ങളൊക്കെ ഇത് പഠിച്ച് എങ്ങനെയെന്നറിയാം. നമുക്ക് പണ്ട് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് 4 മണിക്ക് 5 മണിക്കാൻ കണ്ടാണ് ഒരു ഷോ ഉണ്ട്, മഹാഭാരതം എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അതിനകത്തൂടെയൊക്കെ നമ്മൾ ഈ കഥകളൊക്കെ അറിഞ്ഞത്. ഇതൊക്കെ പിള്ളേരറിയാൻ നേരമുണ്ട്. അവരിപ്പോൾ വേറെ ഒക്കെ അല്ലേ പഠിക്കുന്നത്, മ്യാവ് അതിൽ നവീൻ പറയണത് അങ്ങനെയൊക്കെ അറിയാവുള്ളായിരിക്കും. ആ എന്തരോ എന്തോ അത് മറ്റൊരു കഥ. ഇനിയിപ്പം മഹാഭാരതം നിങ്ങൾ പഠിച്ചോ പഠിച്ചില്ലേ ആ ചോദ്യം അവിടെ വരുന്നുണ്ട്. അനീഷിൻ്റെ കള്ളത്തരം നന്നായിട്ട് പൊളക്കുന്നുണ്ട്. കാരണം അനീഷിന് അറിയില്ല ആരാണ് അഭിമന്യു, എന്താണ് ആ കഥ, ഒന്നും അറിയത്തില്ല. പക്ഷെ എനിക്കറിയാം എന്ന രീതിയിലൊന്ന് തപ്പിപ്പിടിച്ച് പൊത്തിപ്പിടിച്ച് പൊലിപ്പിച്ച് അത് കൊണ്ടുവന്ന് അങ്ങോട്ട് ആക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു നന്മ മരം ചമയാനൊരു ഈ ശ്രമവും നടത്തുന്നുണ്ട്. ഷാനവാസിന് എന്ത് പറ്റി എന്നുള്ളത് അതൊക്കെ മോഹൻലാൽ പൊളിച്ച് കൈ കൊടുക്കുന്നുമുണ്ട്. അതൊക്കെ ഓക്കെ, നോർമൽ. പക്ഷെ അക്ബർ തൻ്റെ ഭാഗം ഈ എക്സ്പ്ലെയിൻ ചെയ്യാൻ എടുക്കുന്ന ഒരു സമയം, ആ സമയം എന്ന് പറയുന്നത് നമ്മൾ അനുമോൾക്ക് കൊടുത്ത സമയമാണ്. അനുമോൾ സംസാരിക്കണമായിരുന്നു. എത്ര സ്ട്രോങ് ആയിട്ടാണ് അനുമോൾ അത് അവതരിപ്പിച്ചത്, എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഓഡിയൻസ് കൈയടിക്കുന്നുണ്ട് ആ സമയത്ത്. അക്ബറാണ് ആ പ്രശ്നത്തിൻ്റെ കാരണം, മൂലകാരണം അയാൾ തന്നെയാണ്. ആ ഷാനവാസ് പുറത്തേക്ക് പോയതിൻ്റെ കാരണം നവീനാണെന്നുള്ള സമാധാനത്തിലിരിക്കുകയായിരുന്നു അക്ബർ. സത്യത്തിലല്ല, അക്ബർ തന്നെയാണ്. വളരെ സിമ്പിളായിട്ട് തീർക്കാവുന്ന ഒരു വിഷയത്തിനെ ഇത്രയും വൾഗറാക്കി ഇത്രയും വലിയൊരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്ത് ബാക്കിയുള്ളവരെ പട്ടിണിക്കിട്ട് അവനൊക്കെ തിന്ന് മെതിച്ച് നടന്നു എന്നുള്ള കാര്യം കൃത്യമായി നമ്മളിലേക്ക് എത്തി. മോഹൻലാലിനും ബിഗ് ബോസിനും മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നമുക്കിത് മനസ്സിലായി, എനിക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടു. പിന്നെ അക്ബറിൻ്റെ അടുത്ത് ചോദിക്കുന്ന രീതി, അക്ബർ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതി, അപ്പോൾ ഉള്ള ഒരു തലയാട്ട്, ആകെ മൊത്തം എന്താണ് മോഹൻലാൽ ഉദ്ദേശിക്കുന്നതെന്ന് പിടികിട്ടിയിട്ടുണ്ട്. അവിടുന്ന് എവിക്റ്റായി പോകേണ്ട 2 വ്യക്തികൾ, ഒന്ന് നവീനും അക്ബറും തന്നെയാണ്, അതിന് തർക്കമേ ഇല്ല. പക്ഷെ എനിക്കൊന്ന് ആര്യനാണ് പുറത്തു പോകുന്നതെന്ന്. ആര്യൻ്റെ ഒരു സർക്കസ് ഉണ്ടല്ലോ, ഈ അനുമോളും നൂറയും ആദിലയും ബേസ് ചെയ്തിട്ടുള്ളത്, അതൊന്ന് ഡിസ്കഷൻ എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ചിലപ്പോൾ ഇനി അടുത്ത നാളെ എങ്ങനെ എടുക്കുമായിരിക്കും. എടുത്തെങ്കിൽ നന്നായിരുന്നു. കാരണം മറ്റുള്ളവർ ചെയ്യുന്ന ഈ കുതന്ത്രങ്ങളെയൊക്കെ എടുത്ത് പറയുന്ന ഒരു രീതി മോഹൻലാലിനുണ്ടല്ലോ, ഇതിൽ അങ്ങനെ മിസ്സാക്കരുത്, തീർച്ചയായിട്ടും എടുത്ത് പറയണം. കാരണം പെൺകുട്ടികൾ ഇൻഡിക്കേറ്റ് ചെയ്തൊരു വലിയ സബ്ജക്റ്റാണ്. ആര്യൻ എന്ന വ്യക്തി പുറത്തിറങ്ങിയിട്ടാണ് അത് അറിയണമെങ്കിൽ മോശമാണ്. അതിനകത്ത് വെച്ച് തന്നെ അവ അറിഞ്ഞ് അവൻ്റെ റിയാക്ഷനും കൂടെ കാണണമെന്നൊരാഗ്രഹമുണ്ട്. നടക്കില്ലെന്നൊന്നും അറിയത്തില്ല. ഏതായാലും ഇപ്പം ഞാനിത് പറയുമ്പോൾ തന്നെ അവർ ഇപ്പോഴത്തെ ഷോ പിടിച്ചിട്ടുണ്ടാവും. എനിവേ, പുറത്തേക്ക് പോകുന്നവർത്തന്നെ ഇനി കൂടുതൽ ഇൻസൾട്ട് ചെയ്യണ്ടല്ലോ. പഞ്ചാരക്കുട്ടൻ ഞരമ്പ് രോഗിയാണ് പുറത്തു പോകുന്നതെന്ന് സാബു മോൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കുന്നതും സാബു മോൻ്റെ എക്സ്പ്ലനേഷനും ആകെ മൊത്തം ഇതൊരു സ്ക്രിപ്റ്റഡ് ഡ്രാമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇന്നത്തത് കണ്ടിട്ടാണ്. സാബുമോൻ ആരാ ഇതിനകത്തൊക്കെ അഭിപ്രായം പറയാൻ? സാബുമോൻ എന്ത് കണ്ടു? സാബുമോൻ എന്ത് റിയാക്ട് ചെയ്തു? അവൻ പോയി ബക്കറ്റ് വെള്ളം എടുത്തുകൊണ്ട് വരും എന്ന് പറയുന്നു. സാബുമോൻ എല്ലാത്തിലും റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വെള്ളവുമായി വരുന്ന സമയത്തിന് ചാടി എഴുന്നേറ്റത് വിലക്കണ്ടേ? അതല്ലേ അതിൻ്റെ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത്. ഇതൊന്നും ചെയ്യാതെ ഇങ്ങനെ സഹിച്ച് അവൾ സഹിച്ചോണം എന്നൊരു ടേമിൽ കിടന്ന് ഇതെല്ലാം കണ്ടിട്ടും അതിനെപ്പറ്റി ഒരു കാര്യ ഗൗരവത്തോടു കൂടി അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതിന് പകരം എന്നെ അയാൾ പേഴ്സണൽ അസാൾട്ടൊന്നും ചെയ്യുന്നില്ല, ഈസ് എ വെരി ഗുഡ് പേഴ്സൺ എന്നുള്ള രീതിയിലൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത് സാബുമോൻ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഏതായാലും മുതുവാഴ വന്ന് ബാക്കിയുള്ള മരവാഴകൾക്ക് സപ്പോർട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. അതാണ് നമുക്ക് മനസ്സിലായത്. എനിക്കതാണ് മനസ്സിലായത്. മോഹൻലാലൊന്നും ഇങ്ങനെ ചെയ്യുള്ളൂ. ഏതായാലും ഒരു കാര്യത്തിൽ നമുക്ക് സമാധാനിക്കാം, അനുമോളെ ഒരുപാടൊന്നും എടുത്തിട്ടില്ല, അത്രയും സമാധാനം. അല്ലാത്ത പക്ഷം ഈ കുറ്റങ്ങൾ അത്രയും അനുമോളുടെ തലയിൽ കൊണ്ടുവയ്ക്കാനുള്ള എല്ലാ ഇൻഡിക്കേഷനും കൊടുത്തിട്ടാണ് പുള്ളിക്കാർ പോയിട്ടുള്ളത്. അത് അനുമോളെടുത്ത് ചോദിക്കുന്നു എന്താണ് അവിടെ നടന്നത്. ആദിലയും അനീഷും ഇല്ല എങ്കിൽ ഇവരെ പിളന്ന് കെട്ടാനുള്ള സാധനം അന്ന് ബിഗ് ബോസും നമ്മുടെ മോഹൻലാൽ അണ്ണനും കൂടെ പറഞ്ഞ് തൊലച്ച് വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. അനീഷ് എഴുന്നേറ്റ് സ്ട്രോങ് ആയിട്ട് പറയുന്നത്, ആദിലയും സ്ട്രോങ് ആയി പറയുന്നുണ്ട്. ന്യൂറ വിട്ടുകൊടുത്തു. നിങ്ങൾ കഴിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങളും കഴിച്ചിട്ടുണ്ട് അവരും കഴിച്ചിട്ടുണ്ട്, അപ്പോൾ വെട്ടിപ്പോയില്ലേ എന്നായി. എത്ര സിമ്പിളായ പ്രശ്നം സോൾവ് ചെയ്യണമെന്ന് ഓർത്തോണം. അതായത് ഇത്രയും ആഹാരമില്ലാതെ അവരൊക്കെ കഷ്ടപ്പെട്ടത് നമ്മൾ കണ്ടു. അതിൻ്റെ മേളിൽ അവിടെ ഫൈറ്റ് നടന്നു, ഒരാൾ ഹോസ്പിറ്റലൈസ് ആയി,
മറ്റൊരാൾ ഛർദ്ദിച്ചു, ഒരുപാട് പ്രോബ്ലംസ് അവിടെ നടക്കുന്നു, ഞങ്ങൾ കൊടുത്തുവിട്ട ഫുഡ് കൊടുക്കില്ല എന്ന് പറയാൻ നിങ്ങൾ ആര് എന്ന ചോദ്യം ചോദിക്കുന്നതിന് പകരം നിങ്ങളും കട്ട് കഴിച്ചില്ലേ, അവരും കട്ട് കഴിച്ചു, രണ്ടും കൂടെ തട്ടിപ്പോയി എന്നാണ്. രാത്രി പോയി അവർ ഫുഡ് കഴിച്ച കാര്യം പറയുമ്പോഴത്തേക്കും അതേപോലെ ആദിലയും നൂറയും ചെയ്തിട്ടുണ്ട്. അപ്പം ആദിലയാണ് എഴുന്നേറ്റെന്ന് പറയുന്നത് ഇല്ല, ഞങ്ങൾ എല്ലാവർക്കും കൊടുത്തിട്ടാണ് ഞങ്ങൾ കഴിച്ചിട്ടുള്ളത്. പകുതിയിലേറെ നെവീൻ കഴിച്ചിട്ടുണ്ട്. നെവീൻ അതിനകത്ത് കാണിക്കുന്ന പോക്കൃത്തരം കണ്ടില്ല എന്ന് തടിക്കുന്നത് തന്തയില്ലാഴികയാണ്. ആ തന്തയില്ലാഴിക പണ്ടേ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത്തരം തന്തയില്ലായ്മയ്ക്കെതിരെ സംസാരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്വമായിട്ട് പറയുന്നു. തന്തയില്ലാ ഷോ കാണാനായിട്ട് മെനക്കെട്ട് പോയി. അതുകൊണ്ട് ഫൈനൽ വരെ ഞങ്ങൾ കാണും, അതിനെ വിമർശിക്കും, കാര്യങ്ങൾ പറയും. അതിനപ്പുറം ഇത് സ്ക്രിപ്റ്റഡ് ആണ്, പൂർണ്ണമായും സ്ക്രിപ്റ്റഡ് ആണ്. ആൻഡ് ഇവരുടെ ഈ ഒരു കാർഡ് കാണിപ്പ്, ആണല്ല പെണ്ണാണ്, പെണ്ണല്ല ആണാണ്, ആണാണോ പെണ്ണാണോ എന്ന് അവൾ ചോദിച്ചു, ആ ടേമിലുള്ള കാർഡ് കാണിപ്പുണ്ടല്ലോ, കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. ഈ ബിഗ് ബോസും ദിയാസുന പോലുള്ള വൃത്തികെട്ട കുറെ ജന്തുക്കളും ചേർന്നിട്ട് ഈ വർഗത്തിനെ ന്യായീകരിക്കാനും നോർമലൈസ് ചെയ്യാനും നടത്തുന്ന ഈ തീവ്ര ശ്രമത്തിനെതിരെ നമ്മൾ ശക്തരാവുക. ഈ നായ്ക്കൾക്ക് ഒരു രീതിയിലുള്ള അക്സെപ്റ്റൻസ് നമ്മൾ കൊടുക്കാതിരിക്കുക. കാരണം ഇവരെ കൊണ്ടുള്ള ശല്യം എന്താണെന്ന് അതിനകത്ത് കാണാം. ഇവർ കൊണ്ടുവന്ന ഓരോ കണ്ടസ്റ്റന്റിനെയും നിങ്ങൾ എടുത്തു നോക്കുക, എത്രത്തോളം ടോക്സിക് ആണ്, ഇവർ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പൊതുസമൂഹത്തിന് എന്നുള്ളത് നിങ്ങൾക്ക് അതിനകത്ത് കാണാം. നമ്മുടെ വീട്ടിലെ കുട്ടികളെ ഇത് കാണിച്ചു കൊടുക്കരുത്. പ്രത്യേകിച്ച് ആദില നൂർ അതിനകത്തുള്ളിടത്തോളം നമ്മുടെ വീട്ടിലെ കുട്ടികളെ ഇത് കാണിക്കരുത്. ഇനി കാണിച്ചാൽ ആ കുട്ടികളെ ശരിക്ക് പറഞ്ഞുകൊണ്ട് വേണം കാണിക്കാൻ. ഇത് നോർമലൈസ് ചെയ്യാൻ നമ്മുടെ സമൂഹം അനുവദിച്ചു കൊടുക്കരുത്. അവർക്ക് ഇഷ്ടമുള്ള കണക്ക് നടന്നോട്ടെ, അവരവരുടെ കാറ്റഗറിയുമായിട്ട് പോകട്ടെ. ഇവർ എത്രത്തോളം ടോക്സിക് ആണെന്നുള്ള തെളിവാണ് നെവീനെ പോലുള്ള ഒരു നാറി അതിനകത്ത് കിടന്ന് കാണിക്കുന്നത്. ജാൻമണി, നെവീൻ, ജാസ്മിൻ, ഏത് ജാസ്മിൻ, ജാഫർ അല്ല മറ്റേ ജാസ്മിൻ തുടങ്ങി നമുക്കൊരു റിയാസ് എന്ന ദരിദ്രവാസി, ഇത്രയും നാറിയ കുറെ എണ്ണം ഈ കമ്മ്യൂണിറ്റി എന്താണെന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പം അത് വലിയൊരു തിരിച്ചറിവാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ വെറ്റകളിൽ നിന്നൊരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ ഒരുപാട് പ്രാവശ്യം ഇവർക്ക് വേണ്ടി വാദിച്ചവരാണ്. പക്ഷെ ഇത് അഹങ്കാരം, ആ അഹങ്കാരത്തിനെ അനുകൂലിക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ട് സാധാരണ മനുഷ്യരുടെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും അവരുടെ അസ്തിത്വത്തിനെ ഇല്ലാണ്ടാക്കാനും ശ്രമിക്കുന്ന ഈ കുൽസിത ശ്രമത്തിനെതിരെ കർശനമായിട്ട് നടപടിയെടുക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ തന്നെ ചെയ്യുക. ഇഗ്നോർ ദിസ് എന്നുള്ളതാണ്. എനിക്കൊന്നും പറയാനില്ല. വളരെ നിരാശയുണ്ട്, വളരെ വിഷമമുണ്ട്, 10 പള്ളു പറയാൻ തോന്നുന്നുണ്ട്. ഞാൻ ഇനി പറയുന്നത് നിങ്ങൾ കേൾക്കണ്ട. ലാലെ